പ്രിയപ്പെട്ട മക്കളെ, ഞാൻ നിങ്ങളുടെ ഗായത്രി ടീച്ചർ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് വ്യഞ്ജനാക്ഷരങ്ങളിലെ ത വർഗത്തിലെ അക്ഷരങ്ങളാണ്. ത വർഗത്തിലെ ത എന്നും ന എന്നുള്ള അക്ഷരങ്ങൾ ടീച്ചർ മുന്നേ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് രണ്ടാമത്തെ അക്ഷരായ ഥ, മൂന്നാമത്തെ അക്ഷരായ ദ, നാലാമത്തെ അക്ഷരായ ധ, ഈ 3 അക്ഷരങ്ങളാണ് ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും റെഡിയല്ലേ? ഓടി വരുന്ന ടീച്ചറ് ഒരു കഥയാണ് പറയാൻ പോകുന്നത്, ഒരു മുത്തശ്ശി കഥ. അപ്പൊ കഥയുടെ പേര് ഒരു മുത്തശ്ശി കഥ എന്നാണ് കേട്ടോ. അപ്പൊ കഥയിലൂടെ നമുക്ക് അക്ഷരങ്ങൾ പഠിക്കാം. കേട്ടോളൂ കേട്ടോ. ഉണ്ണിക്ക് ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. കഥ പറയുന്നൊരു മുത്തശ്ശി. രാജാക്കന്മാരുടെ കഥ പറയുക, അവരുടെ വീരഗാഥകളൊക്കെ പാടി നടക്കുക, ഇതായിരുന്നു മുത്തശ്ശിക്ക് പണി. ഒരു ദിവസം മുത്തശ്ശി ഉണ്ണിക്കൊരു കഥ പറഞ്ഞു കൊടുത്തു. ഒരു രാജാവിൻ്റെ കഥ. പണ്ടൊരു രാജാവ്, ധീരനായ ഒരു രാജാവ് നാട് ഭരിച്ചിരുന്നു. പ്രജകൾക്കെല്ലാം അദ്ദേഹത്തെ വളരെ ഇഷ്ടമായിരുന്നു. ദീനദയാലുവായിരുന്നു അദ്ദേഹം. പ്രജകളോടെല്ലാം വളരെ നല്ല രീതിയിലാണ് അദ്ദേഹം പെരുമാറിയിരുന്നത്. ആ നാടിൻ്റെ നാഥന് ഒരേ ഒരു ദുഃഖമേ ഉണ്ടായിരുന്നുള്ളൂ. നാളെ നാട് ഭരിക്കാൻ തനിക്കൊരു പുത്രനില്ല. വല്ലാത്ത സങ്കടത്തിലായി രാജാവ്. ദിനവും ആ ദുഃഖം ഏറിയേറി വന്നു. ദൈവത്തോട് അദ്ദേഹം പ്രാർത്ഥിച്ചു, ദോഷമെല്ലാം തീർത്ത് എനിക്ക് നല്ലൊരു മാർഗം കാട്ടിത്തരണേ. രാജാവിൻ്റെ ഗുരുനാഥൻ നല്ലൊരു പരിഹാരം കണ്ടെത്തി. നമുക്ക് ഒരു കുട്ടിയെ ദത്തെടുക്കാം, അവനെ നാടിൻ്റെ നാഥനാക്കി വളർത്താം. നല്ല ധൈര്യമുള്ളവനും ദയ ഉള്ളവനും ദൃഢഗാത്രനുമായിരിക്കണം അവൻ. ധർമ്മിഷ്ഠനായിരിക്കണം. രാജഗുരു പറഞ്ഞ പോലെ രാജാവ് സമ്മതിച്ചു. നമുക്ക് എന്തായാലും ദത്തെടുക്കാം. ഒരു നിധി പോലെ ഞങ്ങൾ അവനെ വളർത്തിക്കോളാം, രാജാവ് പറഞ്ഞു. അധികം വൈകാതെ ലക്ഷണമൊത്ത ഒരു കുമാരനെ കണ്ടെത്തണം. രാജാവ് ഭടന്മാരോട് ആജ്ഞാപിച്ചു. വീഥികൾ തോറും രാജഭടന്മാർ വേഷം മാറി നടപ്പായി. ദിവസവും കവലകൾ തോറും അവർ കയറിയിറങ്ങും. പലതരം ആളുകളെ കാണും. പക്ഷേ ലക്ഷണമൊത്ത ധീരനായ ഒരു കുമാരനെ കണ്ടെത്താൻ അവർക്കായില്ല. 4 ദിക്കിലും ഓടി നടന്ന് ഒടുവിൽ അവർ ഒരു പുഴയരികിലെത്തി. അവിടെ ഒരു ചെറിയ കുടിൽ. ഭടന്മാർ അതിൽ കയറി നോക്കി. ആരെയും കാണുന്നില്ലല്ലോ. അവർ ചുറ്റും നോക്കി. അവർ അവിടെ കാത്തു നിൽക്കാൻ തീരുമാനിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ വരുന്നു ദൃഢഗാത്രനായ ഒരു യുവാവ്. ഒരു വൃദ്ധനെയും പുറത്തേറ്റിക്കൊണ്ടാണ് വരവ്. രാജഭടന്മാർ പെട്ടെന്ന് അവരുടെ മുന്നിൽ ചാടി വീണു. കുന്തവുമായി മുന്നോട്ട് ആഞ്ഞു. ഞങ്ങൾ ഈ നാട്ടിൽ നടക്കുന്ന കൊള്ളക്കാരാണ്. നിങ്ങളുടെ വീട്ടിലുള്ള ധനവും ധാന്യവുമെല്ലാം ഞങ്ങൾക്ക് വേണം, അവർ ആക്രോശിച്ചു. ആ യുവാവ് ഒട്ടും പതറാതെ പറഞ്ഞു, ഈ ദരിദ്രനായ എൻ്റെ വീട്ടിൽ എങ്ങനെ ധനവും ധാന്യവും ഉണ്ടാകും? ദീനം വന്ന് കിടക്കുന്ന ഈ അപ്പൂപ്പനെ സംരക്ഷിക്കാനാണ് ഞാൻ പണി ചെയ്യാൻ പോകുന്നത്. മീൻ പിടിക്കാൻ പോകുമ്പോൾ ആരുമില്ലാത്തതുകൊണ്ട് ഇദ്ദേഹത്തെയും പുറത്തേറ്റിക്കൊണ്ടാണ് ഞാൻ പോകാറ്. അനാഥനായ എന്നെ നോക്കി വളർത്തിയതാണ് ഈ അപ്പൂപ്പൻ. ഞങ്ങളുടെ വീട്ടിൽ യാതൊരു ധനവുമില്ല. ധർമ്മിഷ്ഠനായ ഞങ്ങളുടെ രാജാവ് ഭരിക്കുന്ന ഈ രാജ്യത്ത് കൊള്ളക്കാരോ ഒരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ല. ദുർജനങ്ങൾക്ക് ഇവിടെ ഒരു സ്ഥാനവുമില്ല. ഒരധർമ്മവും ഇവിടെ നടക്കില്ല. ഞാൻ എൻ്റെ മുത്തശ്ശനെ കൊണ്ട് കിടത്തിയിട്ട് ഇപ്പോൾ വരാം. അയാൾ പെട്ടെന്ന് അകത്തേക്ക് പോയി. തിരിച്ചു വന്നത് ആയുധവുമേന്തിയിട്ടായിരുന്നു. ആ യോദ്ധാവ് പെട്ടെന്ന് തന്നെ ഭടന്മാരെ കീഴ്പ്പെടുത്തി. ഭടന്മാർക്ക് സന്തോഷമായി. ധീരനായ ഒരു യുവാവിനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു.
നല്ലൊരു യോദ്ധാവ്. രാജഭടന്മാർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവർ കുമാരനോട് കാര്യങ്ങൾ പറഞ്ഞു. ധീരനായ യുവാവിനെയും വൃദ്ധനെയും കൂട്ടി അവർ കൊട്ടാരത്തിലെത്തി. രാജാവ് അവരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. വീഥികളെല്ലാം അലങ്കരിച്ചു. എല്ലായിടത്തും ദീപം തെളിയിച്ചു. അതിഥികൾ മധുര പലഹാരവുമായി എത്തി. രാജാവ് ധീരനെ കിരീടമണിയിച്ചു. അദ്ദേഹം ദൈവത്തോട് നന്ദി പറഞ്ഞു. കഥ ഇഷ്ടായോ ഉണ്ണി? മുത്തശ്ശി ചോദിച്ചു. ഉണ്ണിയുടെ ശബ്ദമില്ല. ഉണ്ണി നല്ല ഉറക്കമായിരിക്കുന്നു. മുത്തശ്ശി ഒരു പുഞ്ചിരിയോടെ ഉണ്ണിയെ കൂട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. മക്കളെ, നിങ്ങൾക്ക് കഥ ഇഷ്ടായോ? ഇനി ടീച്ചർ ഇതിൽ ഓരോ അക്ഷരമായിട്ട് പഠിപ്പിച്ചു തരാം. ഇത് ത വർഗത്തിലെ രണ്ടാമത്തെ അക്ഷരമായ ഥ എന്ന അക്ഷരം. നമ്മൾ കഥ, കഥകളി, രഥം എന്നൊക്കെ പറയില്ലേ, ആ അക്ഷരമാണിത്, ഥ. ഇത് രണ്ടാമത്തെ അക്ഷരമാണ്. കണ്ടല്ലോ എല്ലാവരും. ഇനി ഥ എന്ന അക്ഷരം വരുന്ന വാക്കുകൾ, കഥയിലുള്ളതും അല്ലാത്തതുമായ വാക്കുകൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. കഥ, ഗാഥ. ഗാഥ എന്ന് പറഞ്ഞ പാട്ട് എന്നാണ് അർത്ഥം. നാഥൻ, ഗുരുനാഥൻ. വീഥി, വീഥി എന്ന് പറഞ്ഞാൽ വഴി. അതിഥി, രഥം, ജാഥ, കഥകളി, പ്രഥമൻ. ഇനി ദ എന്ന അക്ഷരം എങ്ങനെ എഴുതാമെന്ന് നോക്കിക്കോളൂ. നമ്മൾ റാ എന്നൊക്കെ എഴുതണ പോലെ തുടങ്ങി അവിടെ എത്തുമ്പോൾ ഒരു 3 എന്ന് എഴുതണ പോലെ അങ്ങോട്ട് എഴുതുക. ദ എന്നുള്ള അക്ഷരമായി. ദ എഴുതി പഠിക്കണം കേട്ടോ. ഇനി ദ എന്ന അക്ഷരം വരുന്ന കുറച്ച് വാക്കുകൾ. ദയ, ദത്ത്, ദക്ഷിണ, ദരിദ്രൻ, ദർശനം, ദാനം, ദാഹം, ദാസൻ, ദിവസം, ദിക്ക്, ദിശ, ദീനം, ദീപം, ദീർഘം, ദുഃഖം, ദുരിതം, ദുർജനം, ദുർഗന്ധം, ദൂരം, ദൂഷ്യം, ദൃഷ്ടി, ദൃശ്യം, ദൃഢം, ദണ്ണം, ദേഹം, ദേശം, ദേവൻ, ദേശീയം, ദൈവം, ദോഷം, ദൗർഭാഗ്യം. ഇനി നാലാമത്തെ അക്ഷരമായ ധ എന്നെങ്ങനെ എഴുതാം നോക്കാം. ധ,
നോക്കിക്കോളൂ കേട്ടോ. ഇങ്ങനെയാണ് ധ എന്ന അക്ഷരം എഴുതുക. പഠിക്കണേ. ഇനി ധ വരുന്ന വാക്കുകൾ: ധനം, ധനികൻ, ധന്യം, ധനുസ്, ധർമ്മം, ധര, ധരിത്രി. ഇതൊക്കെ പറഞ്ഞാൽ ഭൂമി എന്നാണ് അർത്ഥം കേട്ടോ. ധാത്രി, ധാരാളം, അധികം, നിധി, ധീരൻ, മധുരം, ധൂമം, ധൂളി, ധൂളി എന്ന് പറഞ്ഞാൽ പൊടി, ധൃതി, ധേനു, ധൈര്യം. ഇനി ത വർഗത്തിലെ എല്ലാ അക്ഷരങ്ങളും കൂടി നമുക്കൊന്ന് എഴുതി നോക്കാം. ത, ഥ, ദ, ധ, ന. അപ്പോൾ ഇതിൽ പഠിപ്പിച്ച 3 അക്ഷരങ്ങൾ ഇപ്പോൾ പഠിക്കുക. അല്ലാതെ ഉള്ള 2 അക്ഷരങ്ങൾ, ആദ്യത്തെ അവസാനത്തെ അക്ഷരങ്ങൾ ടീച്ചർ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്, നോക്കി പഠിക്കുക കേട്ടോ. എല്ലാവരും കഥ കേട്ടുല്ലോ. ഇഷ്ടായോ കഥ? അതിലൂടെ നമ്മൾ ഏതൊക്കെ അക്ഷരങ്ങൾ പഠിച്ചു എന്ന്? കഥ എന്നുള്ളതിലത്തെ ഥ എന്നുള്ള അക്ഷരം പഠിച്ചു അല്ലേ? പിന്നെ ദ എന്നുള്ള അക്ഷരം പഠിച്ചു. അത് വരുന്ന കുറെ വാക്കുകൾ നമ്മൾ പഠിച്ചു അല്ലേ? പിന്നെ ധ എന്നുള്ള അക്ഷരം പഠിച്ചു. അപ്പോൾ ഇപ്പം നമ്മൾ ത വർഗത്തിൽ 5 അക്ഷരവും ടീച്ചർ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. മുന്നേത്തെ വീഡിയോയിൽ ത എന്നും ന എന്നും പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ 3 അക്ഷരവും പഠിച്ചു. അപ്പോൾ അതിൽ 5 അക്ഷരങ്ങളും ടീച്ചർ എടുത്തു കഴിഞ്ഞു കേട്ടോ. അപ്പം ഏതൊക്കെ ത വർഗത്തിലെ അക്ഷരങ്ങൾ ഒന്നും കൂടെ പറയാം. ത, ഥ, ദ, ധ, ന. ഈ 5 അക്ഷരങ്ങൾ വരുന്ന വാക്കുകൾ നിങ്ങൾ നന്നായി കണ്ടെത്തുക, പഠിക്കുക, വായിക്കുക, എഴുതുക. കേട്ടില്ലേ? അടുത്തൊരു വീഡിയോ ആയിട്ട് ടീച്ചർ വരാം. ബൈ.